നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിവിധ ഉദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനും സാധിക്കുമെങ്കിലും അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ പുറപ്പെടുന്നവരാണെങ്കിൽ അവരും അതെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം സാമ്പത്തികമായിട്ടും വേണം, വാഹനം ഉപയോഗിക്കുമ്പോഴും വേണ്ടതുമാണ്. വരവും ചെലവും തുല്യമായിരിക്കുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഇനി മുതൽ എല്ലാ ചെലവിനങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തക്കവണ്ണം നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പുരോഗതി ഇല്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം തന്നെ ഒഴിവാക്കിയതിൻ്റെ വെളിച്ചത്തിൽ നഷ്ടസാധ്യതകൾ കുറഞ്ഞുകൊണ്ട് ഈ ജൂൺ മാസത്തിന് ശേഷം അതൊരു ലാഭത്തിലേക്ക് എത്തിച്ചേരും സ്വന്തം കർമ്മമണ്ഡലങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരത്തിന് യോഗമുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ പലതും രൂപരേഖ തയ്യാറാക്കുവാനും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരവസ്ഥയെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാനുള്ള ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുകയും നേട്ടം കൈവന്നു ചേരുകയൊക്കെ 2027 ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. സ്വാശ്രയ ജീവിതം ഒഴിവാക്കി ഒരുപക്ഷെ സ്വതന്ത്രമായിട്ട് കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരും. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലകൾ ഒഴിവാക്കി വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനെന്നത് വഴി ഒരുപക്ഷെ അതിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും അറിവുള്ള വിഷയങ്ങളായതുകൊണ്ട് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പരിഷ്കാരങ്ങൾ ഒഴിവാക്കി പ്രവർത്തന മണ്ഡലങ്ങളിൽ ആശ്വാസകരമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായിട്ട് വന്നു ചേരുകയും പലർക്കും മാതൃകാപരമായി തീരുവാനും ഇടയുണ്ട്. പാരമ്പര്യ വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പരാജയത്തിന് സാധ്യത കാണുന്നു. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനുള്ള അവസരമുണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തിക ആവശ്യത്തിന് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അസുലഭ നിമിഷങ്ങൾ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ യോഗമുണ്ട്. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ജീവിത പങ്കാളിക്ക് ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ജോലിയിൽ നിന്നും രാജിവെച്ച് ജീവിത പങ്കാളി ഏത് രാജ്യത്ത് താമസിക്കുന്നു അവിടേക്ക് ജോലി അന്വേഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 6 മാസത്തിന് ശേഷമേ ജോലി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര പുറപ്പെടുവാൻ അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി കഴിഞ്ഞ 2025 പകുതി മുതൽ തന്നെ അങ്ങനെയാണ് എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനി ഏറ്റെടുത്ത പദ്ധതികളാണ് ജൂൺ മാസത്തിന് ശേഷമേ പൂർത്തീകരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു അന്തിമ രൂപരേഖകൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്.
പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുമെങ്കിലും ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. നന്മ തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് തിന്മകളെ ഒഴിവാക്കിക്കൊണ്ട് നന്മയോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനിടവരും. പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുക തന്നെ അത് തന്നെയായിരിക്കും നന്നാവുക. പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന പുതിയ കൃഷി രീതികൾക്ക് കാർഷിക വകുപ്പിൻ്റെ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും ഗുണകരമായി തീരുവാനും ഒരുപക്ഷെ സുഹൃത്തിൻ്റെ സാമ്പത്തികമായുള്ള സഹായവും ഒരു കർഷകൻ്റെ പരിചരണവും ഇതിന് ഉപോത്ബലകമായി തീരുന്നത് വഴി ആശ്വാസകരമായിട്ട് തന്നെ, അതായത് ജോലിയോടൊപ്പം ഈ കൃഷി രീതികൾക്ക് പോലും വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പല രീതിയിലും ബുദ്ധിമുട്ടുകളും സമ്മർദ്ദവും വിമിഷ്ടങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. പൊതുവെ ഒരു ഗുണദോഷ മിശ്രമായിട്ടുള്ള കാലമാണ് ഈ ഒരു മേടം, അതായത് ഈ ഏപ്രിൽ മാസം. പക്ഷേ പിതാവിന് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ പോലും പലർക്കും ഉണ്ടാകുവാനിടയുണ്ട്. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടി വരും. ഒരു പക്ഷേ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ 1-2 ദിവസം അവധിയെടുക്കുവാനും, എന്നാൽ മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളായിരുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം ഉണ്ടാകും. മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാനും പൂർത്തീകരിക്കുവാനും സാധ്യതയുണ്ട്. വൈവിധ്യമായുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് അതാത് വിഭാഗം ഉദ്ധരിക്കുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. പ്രായോഗിക വശവും ശാസ്ത്രീയ വശവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. 2-3 വർഷത്തിന് മുൻപ് ജന്മനാട്ടിൽ വന്ന് സ്വന്തമായി വ്യാപാര വിപണന വിതരണ മേഖലകളിൽ തുടങ്ങിയതിൽ പരാജയം ഉണ്ടായതിൻ്റെ സ്ഥിതിക്ക് തിരികെ വിദേശത്തേക്ക് പോകാൻ തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടാവുകയും ഈ നടത്തി വരുന്ന പ്രസ്ഥാനം സ്വല്പം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണെങ്കിൽ പോലും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കളുടെ സമീപനത്തിൽ മക്കളുടെ വിനയം, ക്ഷമ, ആദരവ് തുടങ്ങിയവ മനസ്സിന് വളരെ സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സകല കാര്യ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനിടവരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരു പക്ഷേ 2027 ജൂണിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നു ചേരുന്ന ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് 2026 ഒടുവിലും 2027 ആദ്യത്തെ പകുതിയിലും പിന്നീട് 2027 ഒടുവിലും പൂർത്തീകരിക്കുന്ന പല വിധത്തിലുള്ള പദ്ധതികളും ഒപ്പുവയ്ക്കുവാനിടവരും. ഒരു പക്ഷേ സഹപ്രവർത്തകരുടെയും ആത്മാർത്ഥ സുഹൃത്തിൻ്റെയും സഹകരണം തന്നെയായിരിക്കും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുള്ളത്. ചികിത്സ ഫലിക്കുന്നത് വഴി യാത്രകൾ പുനരാരംഭിക്കുവാനിടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുമെങ്കിൽ പോലും ഇനിയൊരു 3 മാസത്തേക്ക് വീട്ടിൽ നിന്നും മാറി താമസിച്ചുകൊണ്ട്
പരിശീലനത്തിന് ദൂരദേശവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. ഭക്തി ശ്രദ്ധ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുകയും സമയബന്ധിതമായിട്ടെല്ലാം ചെയ്തു തീർക്കാം എന്ന ആത്മവിശ്വാസത്തോടുകൂടി തുടക്കം കുറിക്കാൻ ഇടവരും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തികമായുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിദ്യയോട് ബന്ധപ്പെട്ട് തൊഴിൽ ഏർപ്പെടുവാനിടയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പലരും, ഒരുപക്ഷെ ഒരു ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു, കോഴ്സ് തീർന്നു എങ്കിലും ജോലി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് സുഹൃത്തുക്കൾ മുഖാന്തരം ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും യാത്ര പുറപ്പെടുവാനും യോഗമുണ്ട്. ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമേ അവിടെ ചെന്നാലും ജോലി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിനാൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ഉല്ലാസ വിനോദയാത്രകൾ ആവാമെങ്കിലും അമിത വേഗതയുള്ള വാഹനോപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അല്ലെങ്കിൽ വാഹനോപയോഗവും തീർത്തും ഒഴിവാക്കേണ്ടതുമാണ്. വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനങ്ങൾക്ക് പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാനിടവരും. തൊഴിൽപരമായിട്ടുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുവാനും ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. എന്നാൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തണുപ്പ് രാജ്യത്തു നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരുപക്ഷെ ഈ കഴിഞ്ഞ 4-5-6 മാസമായിട്ടുള്ള തണുപ്പിനെ അതിജീവിക്കുക, പ്രായത്തിൻ്റെ ആധിക്യം, അതിലുപരി മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന 2 ആശയങ്ങൾ അവലംബിക്കുന്ന വിധത്തിൽ മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അവസരം ലഭിക്കുവാനും ഇടയുണ്ട്. നിലവിലെ ഗ്രഹത്തിൽ ചിലർക്ക് സ്വസ്ഥത കുറവ്, മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് കുറയുക, വേറെ ചിലർക്ക് മാനസികമായിട്ടുള്ള വിമ്മിഷ്ടം, ഇങ്ങനെ പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങളൊക്കെ തയ്യാറാകുമെങ്കിൽ പോലും പ്രതീക്ഷിച്ചതുപരി പണച്ചെലവ് വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് മാറി താമസിക്കുവാൻ, വാടകയ്ക്ക് പോകാൻ തീരുമാനിക്കും. പിന്നീട് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാം എന്ന ആശയത്തോടു കൂടി ഗൃഹമാറ്റത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്ന് ചേരുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറുവാനിടവരും. വന്നു ചേരുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ചിന്തകൾ പലതുമുണ്ടാകുമെങ്കിൽ പോലും എല്ലാം യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഏതൊരു കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ ഇടയുള്ളൂ. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. കഴിഞ്ഞ 6-7 മാസമായിട്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിളവെടുപ്പ് വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസത്തിന് ശേഷം ആദ്യേ പുതിയ കൃഷി രീതികൾ പുനരാരംഭിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് വേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ അവലംബിക്കുവാനും ഇടയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ കണ്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് അവലംബിക്കുവാനുള്ള അവസരം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഇതാണ്
ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.